സോ ഗൈസ്, നമ്മുടെ പ്രൊജക്റ്റ് മലബാർ സ്നേക്ക് ഹെഡിൻ്റെ ബ്രീഡിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആണെന്ന്. ഇന്നലെ നമ്മൾ 14 പീസസിനെ കൊണ്ടുവന്നിരുന്നു. നമ്മൾ അക്ലമേറ്റ് ചെയ്ത് ടാങ്കിൽ ഇറക്കിയിരുന്നു. ഞാൻ ഇന്ന് കുറച്ച് ഫുഡൊക്കെ കൊടുക്കാൻ നോക്കി. ഫിഷിൻ്റെ പീസസ് കട്ട് ചെയ്ത് സ്മോളായിട്ടാണ് അവർ കൊടുത്തത്. 1-2 പേര് ഇപ്പം തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. കൊണ്ടുവന്നതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ അവർ ഫുഡ് എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ റിസർച്ചിൽ നോക്കിയപ്പോൾ കണ്ടത് ആദ്യം കുറച്ച് ധൈര്യമുള്ളവരാണ് ഫുഡ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ളവർ ഫോളോ അപ്പ് ചെയ്യുമെന്നാണ് കണ്ടത്. ഇവന്മാരിപ്പോൾ ഒരു അക്വേറിയത്തിലാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ഉടനെ തന്നെ ഒരു വലിയ ടാങ്കിലേക്ക് മാറ്റും. സോ വലിയ ടാങ്കിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഒരു ടാങ്ക് ഉണ്ട്, അതിൽ ഗാറാണ് കിടക്കുന്നത്. അതിനെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണിച്ചു തരാം. വെള്ളം കുറച്ച് ആൽഗെ വാട്ടർ ഇട്ട് കിടക്കുവാണ്. നമ്മളിപ്പോൾ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്ത് ഇവന്മാരുടെ ബ്രീഡിങ് കഴിയുന്നവരെ കാണും. സോ ഫോളോ ആൻഡ് ദാറ്റ്സ് ഇറ്റ്, ബൈ. സോ ഗൈസ്, നമ്മുടെ പ്രൊജക്റ്റ് മലബാർ സ്നേക്ക് ഹെഡിൻ്റെ ബ്രീഡിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആണെന്ന്. ഇന്നലെ നമ്മൾ 14 പീസസിനെ കൊണ്ടുവന്നിരുന്നു. നമ്മൾ അക്ലമേറ്റ് ചെയ്ത് ടാങ്കിൽ ഇറക്കിയിരുന്നു. ഞാൻ ഇന്ന് കുറച്ച് ഫുഡൊക്കെ കൊടുക്കാൻ നോക്കി. ഫിഷിൻ്റെ പീസസ് കട്ട് ചെയ്ത് സ്മോളായിട്ടാണ് അവർ കൊടുത്തത്. 1-2 പേര് ഇപ്പം തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. കൊണ്ടുവന്നതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ അവർ ഫുഡ് എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ റിസർച്ചിൽ നോക്കിയപ്പോൾ കണ്ടത് ആദ്യം കുറച്ച് ധൈര്യമുള്ളവരാണ് ഫുഡ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ളവർ ഫോളോ അപ്പ് ചെയ്യുമെന്നാണ് കണ്ടത്. ഇവന്മാരിപ്പോൾ ഒരു അക്വേറിയത്തിലാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ഉടനെ തന്നെ ഒരു വലിയ ടാങ്കിലേക്ക് മാറ്റും. സോ വലിയ ടാങ്കിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഒരു ടാങ്ക് ഉണ്ട്, അതിൽ ഗാറാണ് കിടക്കുന്നത്. അതിനെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണിച്ചു തരാം. വെള്ളം കുറച്ച് ആൽഗെ വാട്ടർ ഇട്ട് കിടക്കുവാണ്. നമ്മളിപ്പോൾ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്ത് ഇവന്മാരുടെ ബ്രീഡിങ് കഴിയുന്നവരെ കാണും. സോ ഫോളോ ആൻഡ് ദാറ്റ്സ് ഇറ്റ്, ബൈ.